മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് സിനിമാ നടിയുമായിട്ട് ബന്ധപ്പെട്ട പല പല പേരുകളും, അതിലൊരു ഡ്രൈവറുടെ പേരും, പണ്ട് ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരാളുടെ പേരും, അങ്ങനെ പല പല പേരുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് യൂട്യൂബിൽ ചിന്താതീതമായിട്ടുള്ള ചില വിവരണങ്ങൾ കണ്ടപ്പോൾ, വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. ഗോവിന്ദചാമി ചെയ്ത നീചകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആ പേര് ഒരു ഹിന്ദുവിൻ്റേതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഒരു ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയാണ്. ഈ സിനിമാ നടിയെ ആക്രമിക്കാൻ മുമ്പോട്ട് വന്ന പേരിൻ്റെ ഉടമസ്ഥൻ ഹിന്ദു അല്ല, ഒരു മുസ്ലിമാണ്. പക്ഷെ പേരൊരു ഹിന്ദുവിൻ്റേതാണ്. വളരെ അത്ഭുതം തോന്നുന്നു. തിന്മ ചെയ്യുന്നവരും ഓരോ വിധത്തില് നീചവും നിന്ദ്യവുമായ പ്രവൃത്തി ചെയ്യുന്നവരും അതെല്ലാം ഹിന്ദുവിൻ്റെ പേരോടുകൂടി ചെയ്യുക, അതിൻ്റെ പുറകിൽ മറ്റ് മതങ്ങൾ ഉണ്ടാവുക, മതങ്ങളുടെ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കേസിൽ നിന്ന് കൂളായിട്ട് പുറത്തേക്ക് വരിക. പക്ഷേ ആ പേരൊരു ഹിന്ദുവിൻ്റെ ആയ സ്ഥിതിക്ക് ഹിന്ദുക്കളും ഇതേമാതിരി തിന്മ ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും ഹിന്ദുക്കളും തിന്മ ചെയ്യുന്നവരും ഗുണ്ടകളും ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ മുസ്ലിമിൻ്റെ പേര് പോലും, ക്രിസ്ത്യാനിയുടെ പേര് പോലും അവരറിയപ്പെടുന്ന ഹിന്ദുവിൻ്റെ പേരിൽ, പക്ഷെ ജീവിക്കുന്നത് മറ്റേ പേരിലും. ഇങ്ങനെ വരുമ്പോൾ ആരോ ഒരാൾ പറയാൻ പാടില്ലാത്ത ഒരു വരി വാട്സപ്പിലൂടെ എഴുതി, അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. വാട്സപ്പിലുണ്ടായത് ഞാൻ അതേപോലെ പറയാണ്. ഇവർക്കൊക്കെ 2 അച്ഛന്മാരാണോ ഉള്ളത്? പുറത്ത് കാണുന്ന ഒരച്ഛൻ, യഥാർത്ഥത്തിൽ അകത്ത് വേറൊരു അച്ഛൻ. അച്ഛൻ എന്നുള്ളതിന് അയാൾ ഉപയോഗിച്ചത് തന്ത എന്ന വാക്കാണ്. ഏതായാലും തലങ്ങും വിലങ്ങും നേരിട്ടും പരോക്ഷമായിട്ടുമൊക്കെ ഹിന്ദു പേരുകൾ വെച്ച് പലതും ചെയ്യുമ്പോൾ അതൊക്കെ ഹിന്ദുവിന് അടിയേൽക്കുന്നു. പക്ഷെ ആ പേര് മാത്രമേ ഹിന്ദുവിൻ്റേതുള്ളൂ എന്നുകൂടി ഒന്ന് ഹിന്ദുക്കൾ ചിന്തിക്കാം. അത് ഹിന്ദു പേര് വെച്ച് മറ്റു മതസ്ഥർ ചെയ്യുന്ന തിന്മകളാണ്. തിന്മകൾ ആര് ചെയ്താലും തിന്മകൾ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ കള്ളക്കടത്തായാലും കരിഞ്ചന്തയായാലും കള്ളനോട്ടടിയായാലും ഗുണ്ടായിസമാണെങ്കിലും പറ്റിക്കലാണെങ്കിലും വെട്ടിക്കലാണെങ്കിലും നടു റോട്ടിൽ വെച്ച് കാണിക്കുന്ന ക്രൂരതയാണെങ്കിലും ഇതെല്ലാം ഏത് മതത്തിലുള്ളവൻ ചെയ്താലും ഏത് പേരുള്ളവൻ ചെയ്താലും തിന്മ തന്നെയാണ്. പക്ഷേ പുറത്തറിയപ്പെടുന്നത് മറ്റൊരു മതത്തിൽ ഉള്ളവരാണ് ചെയ്തത് എന്നറിയപ്പെടണമെന്ന് വിചാരിച്ച് ശരിക്കുള്ള പേര് മാറ്റിയിട്ട് മാട്രിമോണിയലില് ഒരു നല്ല ഹിന്ദുവിൻ്റെ പേര് ഇട്ട് മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് 27 ഹിന്ദു യുവതികളെ പറ്റിച്ച മറ്റൊരു മതസ്ഥന്റെ ഡീറ്റെയിൽ മിനിഞ്ഞാന്ന് കിട്ടുകയുണ്ടായി. ആ മതസ്ഥൻ യഥാർത്ഥത്തിൽ പറയുകയും ചെയ്തു, എൻ്റെ മതത്തിലുള്ളവരെ പഴപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ മറ്റ് മതത്തിലുള്ളവരെ ഉപയോഗിക്കാൻ അവർ വരികയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ അഡ്വർടൈസ് ചെയ്യുന്ന മാട്രിമോണിയലിൽ അവരെന്തിനാ ചെന്ന് വീഴുന്നത്? അവർ വീഴാൻ തയ്യാറായതുകൊണ്ടല്ലേ ഞാൻ എടുക്കുന്നത്. അതേപോലെ തന്നെ പല പേരിൻ്റെയും പകുതി ഉപയോഗിക്കുന്ന സിനിമാ നിർമ്മാതാക്കന്മാരും ഡയറക്ടർമാരും ഉണ്ട്. ആ പകുതി ഉപയോഗിക്കുമ്പോൾ അതൊരു ഹിന്ദുവാണെന്ന് അറിയണം, മുഴുവനും പറയണ്ട, എങ്കിൽ മറ്റൊരു മതത്തിൻ്റെ പ്രതീകമായിട്ട് ധരിക്കപ്പെടുമെന്ന് പറഞ്ഞ് അരപ്പേര് പറഞ്ഞ് ഹിന്ദുവാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ബുദ്ധിജീവികളുടെ ലിസ്റ്റിലും ഇടതുപക്ഷത്തിൻ്റെ ലിസ്റ്റിലും പോവുകയും പകല് മുഴുവനും DYFIയും SFIയും CPMും രാത്രി മുഴുവനും വേറെ ഏതോ ഒന്നൊക്കെ ആവുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളും വാക്കുകളും വീക്ഷണങ്ങളും മുറവിളികളുമെല്ലാം കേൾക്കുമ്പോൾ ഹൈന്ദവ ജനത അറിയണം, ഹിന്ദുവിൻ്റെ പേരുപയോഗിച്ച് മറ്റു പലരും കാട്ടിക്കൂട്ടുന്നതാണ് എന്ന്. അതിനുവേണ്ടി പ്രതികരിക്കാനും കൂടി മാനസികമായിട്ടെങ്കിലും
എഴുത്തിലൂടെയോ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ വികാരനിർഭരമായിട്ട് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ അല്ല, തിരിച്ചറിഞ്ഞ് നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും ശ്രമിക്കണം, വാദിക്കാനും ജയിക്കാനുമല്ല എന്നുകൂടി അറിയട്ടെ. ഒരു വലിയ സമൂഹം, ഇടതുപക്ഷവും അവരുടെ മാധ്യമങ്ങളും മുസ്ലിങ്ങളും അവരുടെ മാധ്യമങ്ങളും പബ്ലിക്കായും ക്രിസ്ത്യാനികൾ പ്രൈവറ്റായിട്ടും ഇതേ കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ. തിന്മകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന, ക്രിസ്ത്യാനികളുടെ ഉൾപ്പെടെ തിന്മകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ജോമോനെ പോലെയുള്ള, ജോമോനാണെന്ന് തോന്നുന്നു, എനിക്ക് മുഴുവൻ അറിഞ്ഞൂടാ, ഓർമ്മ വരണില്ല, കോടതിയിൽ ചെന്ന് അഭയ കേസിന്റെ മുഴുവനും തിന്മകൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതൊരു ക്രിസ്ത്യാനി തന്നെയാണ്. ആ ക്രിസ്ത്യാനിക്ക് എത്രയാ ഫണ്ട് കിട്ടിയത് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ആ ഫണ്ട് കൊടുത്തതിൽ 95% ക്രിസ്ത്യാനികൾ തന്നെയാണ്. അപ്പൊ ധാരാളം നന്മ നിറഞ്ഞ ക്രൈസ്തവര് അവരുടെ അകത്തുള്ള തിന്മകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. കുറച്ചെങ്കിലും നന്മ നിറഞ്ഞ മുസ്ലിങ്ങൾ അവരുടെ അകത്ത് തിന്മകൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നവർ ധാരാളം പേരുണ്ട്. കുറച്ചെങ്കിലും ഉണ്ട്, എന്തായാലും ഉറപ്പാണ്. പക്ഷെ അവർ പബ്ലിക്കായിട്ട് തിന്മ ചെയ്യുന്നവരെ വിമർശിക്കുകയോ അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യില്ല. അതേതോ ഒരു മതത്തിൻ്റെ ഐക്യത്തിൻ്റെയോ മറ്റോ പ്രതീകമാണെന്ന് തോന്നുന്നു. ഇനി അഥവാ ഒരു വല്ലതും പറഞ്ഞാൽ പുറത്തേക്കോട്ട് വരാറുമില്ല. ഏതായാലും ഹിന്ദുവിൻ്റെ പേരും ഹിന്ദുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഹിന്ദുവിൻ്റെ നന്മകളും മുമ്പിൽ നിർത്തി മറ്റ് മതസ്ഥര് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ഹിന്ദുവിൻ്റെ തലയിൽ കെട്ടിവെക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രവർത്തിക്കാം. പ്രാർത്ഥിക്കലല്ല, പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.